വിശക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടല്ലേ? ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ട് ഇത് വരാനോ അല്പം വൈകുമ്പോഴേക്ക് ബഹളം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഭക്ഷണത്തിന് വല്ല രുചി വ്യത്യാസവും ഉണ്ടായാലും നമ്മൾ ബഹളം ഉണ്ടാക്കും. നമുക്ക് വല്ലാത്ത ദേഷ്യമാണ്. ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ദേഷ്യം പിടിക്കും. അതെന്തുകൊണ്ടാണെന്നറിയോ? ഒരല്പനേരം കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കിട്ടുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. കുറച്ചപ്പുറത്ത് ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, അതിന് തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ്. ഭക്ഷണവും വെള്ളവുമൊക്കെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളാണ്. അത് കിട്ടാതെ വരുമ്പോഴാണ് അതിൻ്റെയൊക്കെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. ഭക്ഷണവും വെള്ളമൊക്കെ പായാക്കി കളയുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ ശിക്ഷ വരും. ഇനി എനിക്ക് ഭക്ഷണമേ കിട്ടൂല, അതിനൊരു വഴിയുമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ദേഷ്യമൊക്കെ താനെ പോകും. പിന്നെ ആരോടും കലിപ്പുണ്ടാവില്ല. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഭക്ഷണം കഴിക്കാനില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടെന്ന് നമ്മൾ മറക്കരുത്. ബഹുമാനപ്പെട്ട അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയെ, എനിക്ക് ഇഹലോകത്ത് വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങളാണുള്ളത്. അതിലൊന്ന് വിശപ്പാണ്. വിശന്നിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം രോഗമാണ്. രോഗം ഉണ്ടാകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൂന്നാമതായി എനിക്കിഷ്ടം മരിക്കുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് അബൂദറെ ഇങ്ങനെ 3 കാര്യങ്ങളോട് താല്പര്യം ഉണ്ടാകാൻ കാര്യം? അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, വിശപ്പിനെ ഞാൻ ഇഷ്ടപ്പെട്ടത് എൻ്റെ ഹൃദയം ലോലമായി കിട്ടാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ഞാൻ രോഗത്തെ ഇഷ്ടപ്പെട്ടത് എൻ്റെ ദോഷം പൊറുക്കുന്നതിന് വേണ്ടിയാണ്. മൂന്നാമതായി ഞാൻ മരണത്തെ ഇഷ്ടപ്പെട്ടത് എൻ്റെ റബ്ബിനെ കാണാം എന്നുള്ള സന്തോഷത്തിലാണ്. ഇങ്ങനെ 3 കാര്യങ്ങളെ എനിക്കിഷ്ടമാണ്. ഗിഫാർ ഗോത്രത്തിൻ്റെ തലവനായിരുന്ന അബൂദർ റളിയല്ലാഹു തആല അൻഹു യാത്രാവേളയിൽ തൻ്റെ സംരക്ഷണത്തിന് കൂടെ കൂട്ടിയ തൻ്റെ ഇഷ്ടവിഗ്രഹത്തിൻ്റെ തലയിൽ നായമൂത്രിക്കുന്നത് കണ്ട് മനസാന്തരം വന്നവരാണ്. വഫാത്ത് വേളയിൽ കഫൻ തുണിക്ക് പോലും തികയാത്തത്ര ദാരിദ്ര്യം അനുഭവിച്ചവരുമാണ്. അവരെ സ്നേഹിക്കാനും അവരോട് ചേരാനും നമുക്ക് ഭാഗ്യം ലഭിക്കട്ടെ. പരമദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുമെല്ലാം തൻ്റെ യജമാനനെ ഇഷ്ടം വെക്കുന്ന പലരുമുണ്ട്. ശീതളപാനീയങ്ങൾ കുടിച്ച് മനുഷ്യർ വലിച്ചെറിയുന്ന ടിന്നുകൾ ശേഖരിക്കുകയാണ് ഈ മനുഷ്യൻ. പ്രായവും രോഗവും തളർത്തിയ തൻ്റെ ശരീരവുമായി അയാൾ തൻ്റെ ഉപജീവനം കണ്ടെത്തുകയാണ്. അങ്ങനെ എത്രയോ പേരുണ്ട്. എന്താണ് ഇയാൾക്ക് പ്രത്യേകത എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നെറ്റിയിൽ ഘടിപ്പിച്ച ടോർച്ചും നീളൻ വടിയുമായി രാവും പകലും അദ്ദേഹം ചപ്പുചവറുകളിൽ അങ്ങനെ പരതിക്കൊണ്ടേയിരിക്കും. മൊബൈൽ ഫോണിൻ്റെ ആകൃതിയിലുള്ള ഒരു കവർ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു. ടച്ച് ഫോൺ തന്നെയായിരിക്കും എന്ന വിശ്വാസത്തിൽ ഞാനതൊന്ന് സൂക്ഷിച്ചു നോക്കി. സുബ്ഹാനല്ലാഹ്, സൂറത്ത് യാസീനും മറ്റ് ദിക്റുകളും അടങ്ങുന്ന ചെറിയ കൈപ്പുസ്തകങ്ങളാണ് അതിനകത്ത്. പാതയോരത്തെ ഇരിപ്പിടങ്ങളിൽ ചിലപ്പോഴൊക്കെ അദ്ദേഹം ഇരുന്ന് പാരായണം ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. സയ്യിദ് ഉള്ളാൾ തങ്ങളെ പോലെയുള്ള വലിയ പണ്ഡിതന്മാരാണ് ഇത്തരത്തിലുള്ള കൈപ്പുസ്തകങ്ങൾ കൂടെ കൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. തൽക്കാലം തിരികെ വെക്കാൻ പറ്റിയ പോക്കറ്റുകളുള്ള പാൻറ് തന്നെയാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. ആ ചെറു കൈപ്പുസ്തകത്തോട് അദ്ദേഹം കാണിക്കുന്ന ബഹുമാനം നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഇത്തരം സാധു മനുഷ്യർ ആകാശത്തിൻ്റെ കാണാത്തൂണുകളാണ്. സൃഷ്ടാവിനെ ഭയന്ന് വളഞ്ഞു കുനിഞ്ഞു നടക്കുന്ന പടുവൃദ്ധരും ക്ഷീരം നുണയുന്ന അനാഥ കുഞ്ഞുങ്ങളും പൊയ്കകളിൽ മേഞ്ഞു നടക്കുന്ന നിരുപദ്രവകാരികളായ മൃഗങ്ങളും ഭൂമുഖത്ത് അവശേഷിക്കുന്നില്ല എങ്കിൽ സൃഷ്ടാവിൻ്റെ കഠോര ശിക്ഷ ഭൂവാസികൾക്ക് മേൽ വന്നു പതിക്കുമായിരുന്നു. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപുറം.